പോൾ ബ്രണ്ടൻ പാശ്ചാത്യ ലോകത്തുനിന്ന് കിഴക്കൻ ആത്മീയത അന്വേഷിച്ച് ഇന്ത്യയിലേക്ക് വന്ന ഒരു അപൂർവ ചിന്തകനാണ്. സന്യാസിമാരെയും യോഗികളെയും അത്ഭുതങ്ങളെയും വെറും കഥകളായി കാണാതെ നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ അവയുടെ സത്യാവസ്ഥ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു. ആ അന്വേഷണത്തിന്റെ ഫലമായാണ് ലോകപ്രശസ്തമായ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന കൃതി പിറന്നത്. ഈ പുസ്തകം ഇന്ത്യയുടെ പുറംകാഴ്ചയല്ല പറയുന്നത്, മറിച്ച് സാധാരണ കണ്ണുകൾക്ക് മറഞ്ഞുകിടക്കുന്ന ഒരു രഹസ്യ ഇന്ത്യയെക്കുറിച്ചാണ്. യഥാർത്ഥ യോഗികൾ, ആത്മീയ ഗുരുക്കന്മാർ, മനസ്സിന്റെയും ആത്മാവിന്റെയും അഗാധതകൾ എല്ലാം തന്നെ പാശ്ചാത്യ ലോകത്തിന് ആദ്യമായി തുറന്നുകാട്ടിയ ഒരു അതുല്യ ആത്മീയ യാത്രാ വിവരണമാണ് സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ. സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന പുസ്തകത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തക അവലോകനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന അനുഭവങ്ങൾ, സംഭവങ്ങൾ, ആത്മീയ വിവരണങ്ങൾ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിപരമായ വായനാ അനുഭവത്തിന്റെ പുനർവിവരണമാണ്. ഒന്നാം ഭാഗം കണ്ടുകാണുമല്ലോ. ഈ രണ്ടാം അധ്യായത്തിൽ പോൾ ബ്രണ്ടന്റെ ആത്മീയ യാത്രയുടെ അന്തരീക്ഷം രൂപപ്പെടുന്ന നിമിഷങ്ങളെയാണ് നാം കാണുന്നത്. കുട്ടിക്കാലത്ത് മനസ്സിൽ വിതച്ച ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു അസ്പഷ്ടമായ ആകർഷണം യൗവനകാലത്ത് ചോദ്യങ്ങളായും അന്വേഷണങ്ങളായും മാറുന്നു. ജീവിതത്തിന്റെ അർത്ഥമെന്ത്? മനുഷ്യൻ വെറും ശരീരമാണോ? അതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ? കിഴക്കിന്റെ ജ്ഞാനപരമ്പരയിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകുമോ? ഇവയെല്ലാം ചേർന്ന് ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് അസാധാരണമായ ആത്മീയ അന്വേഷണത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഈ അധ്യായം. ഈ അധ്യായം ഒരു യാത്രയുടെ തുടക്കമാണ്. ഇന്ത്യയിലേക്കുള്ള ഭൗതിക യാത്രയ്ക്ക് മുമ്പുള്ള അന്തർയാത്ര. എ പ്രെല്യൂഡ് ടു ദ ക്വസ്റ്റ് അഥവാ അന്വേഷണത്തിനു മുമ്പുള്ള മനസ്സിന്റെ ഒരുക്കം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഭൂമിശാസ്ത്ര അധ്യാപകൻ ക്ലാസ്സിൽ പ്രവേശിച്ച് ക്ലാസിന്റെ മുൻവശത്ത് തൂക്കിയിട്ടിരിക്കുന്ന വലിയ ഭൂപടത്തിനരികിലേക്ക് നടന്നു. വലിയ ആവേശമൊന്നുമില്ലാതെയിരിക്കുന്ന കുട്ടികളുടെ മുന്നിൽ ഭൂമധ്യരേഖയിലേക്ക് താഴേക്ക് നീളുന്ന ചുവന്ന നിറത്തിലുള്ള ഒരു ത്രികോണ പ്രദേശം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നടത്തിയ മറ്റൊരു ശ്രമമായിരുന്നു അത്. സ്വൽപ്പം മന്ദമായ ശബ്ദത്തിൽ അതീവ ഗൗരവത്തോടെ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കിരീടത്തിലെ ഏറ്റവും വിലയേറിയ രത്നമെന്ന് വിളിച്ചിട്ടുണ്ട്. ആ വാക്ക് കേട്ടയുടൻ ചിന്തകളിൽ മുഴുകിയിരുന്ന ഒരു വിദ്യാർത്ഥി ഒറ്റയടിക്കുണർന്നുപോയി. ഇന്ത്യ എന്ന ശബ്ദം അവന്റെ ചെവിയിൽ പതിഞ്ഞതുമാത്രം അവന്റെ മനസ്സിൽ അറിയാത്തതിന്റെ ആകർഷണവും രഹസ്യത്തിന്റെ ആവേശവും നിറഞ്ഞു. പുസ്തകത്തിലെ ഒരച്ചടിച്ച വാക്കായാലും അധ്യാപകന്റെ ശബ്ദമായാലും ഇന്ത്യ എന്ന പേര് അവന്റെ ഉള്ളിൽ ഒരസ്പഷ്ടമായ കാന്തിക ശക്തി പോലെ പ്രവർത്തിച്ചു. എന്തോ അവ്യക്തമായ ഒരു ചിന്താധാര ആവർത്തിച്ചവന്റെ മനസ്സിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നു. ഗണിതാധ്യാപകൻ അവനെന്തോ കാര്യമായി എഴുതുകയാണെന്ന് കരുതിയിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ സ്കൂൾ ബെഞ്ചിനെ മറ്റൊരുദ്ദേശത്തിനായി ഉപയോഗിക്കുകയായിരുന്നു. പുസ്തകങ്ങളുടെ മറവിൽ അവൻ വേഗത്തിൽ ചിത്രങ്ങൾ വരയ്ക്കും. തലപ്പാവണിഞ്ഞ മുഖങ്ങൾ, ഇരുണ്ട നിറമുള്ള ആളുകൾ, സുഗന്ധവസ്തുക്കൾ നിറച്ച കപ്പലുകൾ, തുറമുഖങ്ങളിൽ ചരക്കിറക്കുന്നത് തുടങ്ങിയവയായിരുന്നു ആ ചിത്രങ്ങൾ. കാലം മുന്നോട്ടു നീങ്ങി. ബാല്യം പിന്നിട്ടെങ്കിലും ഇന്ത്യയോടുള്ള ആ ആകർഷണം മങ്ങിപ്പോയില്ല. മറിച്ച് അത് ഏഷ്യയാകെ വ്യാപിച്ചു. ഇടയ്ക്കിടെ അവൻ അവിടെ പോകാനുള്ള ധൈര്യമായ പദ്ധതികൾ സ്വപ്നം കാണും. കപ്പലിൽ ഒളിച്ചുകടന്നാൽ എങ്ങനെയിരിക്കും? അങ്ങനെ ചെയ്താൽ ഇന്ത്യയുടെ ഒരു ചെറിയ ദൃശ്യമെങ്കിലും കാണാൻ സാധിക്കില്ലേ? ഈ പദ്ധതികളെല്ലാം പരാജയപ്പെട്ടാലും അവൻ തന്റെ കൂട്ടുകാരോട് ആവേശഭരിതമായി സംസാരിക്കും. ഒടുവിൽ അവന്റെ സുഹൃത്തുക്കളിലൊരാൾ അവന്റെ ബാലസഹജമായ ഉത്സാഹത്തിന്റെ ഇരയാകും. പിന്നെ ഇരുവരും രഹസ്യമായി കൂടിക്കാഴ്ചകൾ നടത്തും. യൂറോപ്പിലൂടെ നടന്ന് യാത്ര ചെയ്യാനും അവിടെ നിന്ന് ഏഷ്യ മൈനറിലേക്കും അറേബ്യയിലേക്കും കടന്ന് അവസാനം ഏദൻ തുറമുഖത്തിലെത്താനുമായിരുന്നു അവരുടെ പദ്ധതി. ഇത്രയും നീളുന്നൊരു കാൽനടയാത്രയുടെ ധൈര്യം ചിന്തിച്ചാൽ ഇന്നത്തെ വായനക്കാരന് ചിരിയുണ്ടാകും. എന്നാൽ അവർക്കത് വളരെ ലളിതമായിരുന്നു. ഏദനിലെത്തിയാൽ ഒരു കപ്പൽ ക്യാപ്റ്റനെ സമീപിക്കാം. അദ്ദേഹം തീർച്ചയായും ദയയുള്ളവനായിരിക്കും. അവരെ തന്റെ കപ്പലിൽ കയറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിലെത്തിക്കും. അവരുടെ വിശ്വാസം അതായിരുന്നു. പദ്ധതിക്കായി ഒരുക്കങ്ങൾ വേഗത്തിൽ പുരോഗമിച്ചു. പണം സൂക്ഷ്മമായി ശേഖരിച്ചു. ഒരു അന്വേഷണയാത്രയ്ക്ക് ആവശ്യമായ സാമഗ്രികളെന്ന് അവർ കരുതിയ വസ്തുക്കൾ രഹസ്യമായി കൂട്ടിച്ചേർത്തു.
ഭൂപടങ്ങളും യാത്രാവിവരണ ഗ്രന്ഥങ്ങളും അവർ ശ്രദ്ധയോടെ പരിശോധിച്ചു. നിറമുള്ള ചിത്രങ്ങളും ആകർഷകമായ ഫോട്ടോകളും അവരുടെ യാത്രാവാഞ്ചയെ തീപ്പൊരി പോലെ ഉയർത്തി. അവസാനം രാജ്യത്തോട് വിട പറയാനുള്ള ദിവസവും നിശ്ചയിച്ചു. മുന്നിൽ എന്തുണ്ടാകുമെന്ന് ആരറിയാം? എന്നാൽ ഒരു ദൗർഭാഗ്യദിനത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ രക്ഷിതാവ് ഈ ഒരുക്കങ്ങൾ കണ്ടെത്തി. വിശദാംശങ്ങൾ അറിഞ്ഞതോടെ ശക്തമായ ഇടപെടലുണ്ടായി. അതിന്റെ ഫലമായി അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പറയാനാവില്ല. യാത്രാപദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യയെ കാണാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. ആ പരാജയപ്പെട്ട ശ്രമത്തിലും അവന്റെ മനസ്സിൽ ഇന്ത്യയോടുള്ള ആഗ്രഹം ഒരിക്കലും മാഞ്ഞില്ല. പക്ഷേ യൗവനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങളും മറ്റു താൽപ്പര്യങ്ങളും അവനെ ബന്ധിച്ചു. ആ ആഗ്രഹം മനസ്സിന്റെ പിന്നിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. കാലം കടന്നുപോയി. വർഷങ്ങൾ കലണ്ടറിലെ താളുകൾ പോലെ മറഞ്ഞു. ഒടുവിൽ ഒരിക്കൽ അവൻ അപ്രതീക്ഷിതമായി ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ആ കൂടിക്കാഴ്ച പഴയ ആഗ്രഹത്തിന് വീണ്ടും ജീവൻ നൽകി. കാരണം ആ മനുഷ്യന്റെ മുഖം ഇരുണ്ട നിറത്തിലായിരുന്നു. തലയിൽ തലപ്പാവുമുണ്ടായിരുന്നു. അവൻ സൂര്യപ്രകാശം നിറഞ്ഞ ഹിന്ദുസ്ഥാനിൽ നിന്നെത്തിയ ഒരാളായിരുന്നു. ഹിന്ദുസ്ഥാനിൽ നിന്നും വന്നയാളുമായുള്ള സമാഗമം താൽക്കാലികവും ഉജ്ജ്വലവുമായിരുന്നു. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു. ആ ദിനത്തിന്റെ ഓർമ്മകൾ തേടി കഴിഞ്ഞ വർഷങ്ങളിലേക്ക് എന്റെ മനസ്സ് ഓടിപ്പോയി. അവനെന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ആ നിമിഷം മങ്ങിയ ചിത്രങ്ങളായി വീണ്ടും ഉയിർകൊള്ളുന്നു. ശരത്കാലം അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. അന്തരീക്ഷത്തിൽ മൂടൽമഞ്ഞുണ്ട്. തണുപ്പു വസ്ത്രങ്ങളിലൂടെ ശരീരത്തിലേക്ക് പതുക്കെ കയറിവരുന്നു. മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുയരുന്ന വിഷാദം ഒട്ടിപ്പിടിക്കുന്ന വിരലുകളാൽ എന്റെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെ തോന്നി. അകത്തളത്തിലെ ഈ അസ്വസ്ഥതയുമായി ഞാനൊരു തെളിഞ്ഞ വെളിച്ചമുള്ള കഫേയിൽ കയറി. ചൂടിന്റെ താൽക്കാലിക ആശ്വാസം തേടിയായിരുന്നു അത്. ഒരു കപ്പ് ചൂടുചായ മറ്റു സമയങ്ങളിൽ അത്ര ഫലപ്രദമായിരുന്നതെങ്കിലും ഇന്നെന്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞില്ല. ചുറ്റിപ്പറ്റിയുള്ള ഭാരമുള്ള അന്തരീക്ഷം ഒഴിഞ്ഞുപോയില്ല. വിഷാദം എന്നെ തന്റെ പിടിയിലാക്കാൻ ഉറച്ച തീരുമാനമെടുത്തതുപോലെ തോന്നി. ഹൃദയത്തിലേക്കുള്ള പ്രവേശനവാതിലുകൾ അടഞ്ഞുപോയതായി എനിക്കനുഭവപ്പെട്ടു. മനസ്സിന്റെ ഈ ചാഞ്ചാട്ടം സഹിക്കാൻ കഴിയാതെ ഞാൻ വീണ്ടും തുറന്ന വഴിയിലേക്കിറങ്ങി. ലക്ഷ്യമില്ലാതെ നടന്നുകൊണ്ട് പഴയ വഴികളിലൂടെയായി ഞാൻ സഞ്ചരിച്ചു. ഒടുവിൽ പരിചിതമായ ഒരു ചെറിയ പുസ്തകശാലയുടെ മുന്നിലെത്തിയപ്പോൾ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അതൊരു പഴയ കെട്ടിടമാണ്. അതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകങ്ങളും അതുപോലെ തന്നെ പഴക്കമുള്ളവ. ആ കടയുടെ ഉടമ മറ്റൊരു കാലഘട്ടത്തിൽ നിന്ന് ശേഷിച്ച മനുഷ്യാവശിഷ്ടം പോലെയാണ്. ഈ വേഗതയേറിയ കാലത്തിന് അദ്ദേഹത്തോട് വലിയ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ കാലത്തോട് അദ്ദേഹത്തിനും താൽപ്പര്യമില്ല. അപൂർവ ഗ്രന്ഥങ്ങളും ആദ്യ പതിപ്പുകളും മാത്രമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. വിചിത്രവും അപൂർവവുമായ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. പുസ്തകങ്ങൾ നൽകുന്ന പരിധിയിൽ അറിവിന്റെ മറഞ്ഞ വഴികളെയും അപരിചിത വിഷയങ്ങളെയും കുറിച്ച് അദ്ദേഹത്തിന് അപാരമായ പരിജ്ഞാനമുണ്ട്. ഇടയ്ക്കിടെ ആ കടയിൽ കയറി അദ്ദേഹവുമായി സംവദിക്കുന്നത് എനിക്കിടെ പതിവായിരുന്നു. അന്ന് ഞാൻ കടയിൽ കയറി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. അല്പസമയം മഞ്ഞുനിറം പിടിച്ച തോലുകൊണ്ട് പൊതിഞ്ഞ ഗ്രന്ഥങ്ങളുടെ പേജുകൾ ഞാൻ വിരലുകൾ കൊണ്ട് മറിച്ചു. ചില പഴയ ഫോളിയോകൾ അടുത്തുനോക്കി പരിശോധിച്ചു. അപ്പോഴാണ് ഒരു പുരാതന ഗ്രന്ഥം എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. വിഷയം കൗതുകകരമായി തോന്നി. ഞാനത് കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു. എന്റെ താൽപ്പര്യം ശ്രദ്ധിച്ച പുസ്തകവ്യാപാരി പതിവുപോലെ ഗ്രന്ഥത്തിന്റെ വിഷയത്തെക്കുറിച്ച് വാദമാരംഭിച്ചു. ജന്മാന്തര സിദ്ധാന്തത്തെക്കുറിച്ച്. സംഭാഷണം മുഴുവനും അദ്ദേഹം തന്നെയാണ് നയിച്ചത്. ആ സിദ്ധാന്തത്തിന്റെ അനുകൂല പ്രതികൂല വശങ്ങളെക്കുറിച്ച് ഗ്രന്ഥകാരനേക്കാൾ പോലും കൂടുതൽ അറിയുന്നവനെന്ന പോലെ അദ്ദേഹം സംസാരിച്ചു. പുരാതന പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ അദ്ദേഹത്തിന് വിരൽ തുമ്പിലുണ്ടായിരുന്നു. ആ സംഭാഷണത്തിലൂടെ എനിക്ക് പല അപൂർവ വിവരങ്ങളും ലഭിച്ചു. അപ്രതീക്ഷിതമായി കടയുടെ അകത്തളത്തിൽ നിന്ന് ഒരാളുടെ ചലനം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വില കൂടിയ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ചെറിയ മുറിയിൽ നിന്ന് ഒരു ഉയരം കൂടിയ വ്യക്തി നിഴലുകളിൽ നിന്ന് പുറത്തേക്ക് വന്നതായി കണ്ടു. അവനൊരു ഇന്ത്യനായിരുന്നു. അഭിജാതമായ നടപ്പോടെ അദ്ദേഹം മുന്നോട്ടു വന്ന് പുസ്തകവ്യാപാരിയെ അഭിമുഖീകരിച്ചു. സുഹൃത്തേ, അദ്ദേഹം ശാന്തമായി പറഞ്ഞു, സംഭാഷണത്തിൽ ഇടപെട്ടതിന് ക്ഷമിക്കണം. നിങ്ങളുടെ വാക്കുകൾ ഞാൻ കേൾക്കാതെ വയ്യായിരുന്നു. നിങ്ങൾ സംസാരിച്ച വിഷയം എനിക്കേറെ താൽപ്പര്യമുള്ളതാണ്. മനുഷ്യൻ വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്ന ആശയം ആദ്യം പരാമർശിച്ച പുരാതന എഴുത്തുകാരെ നിങ്ങൾ ഉദ്ധരിക്കുന്നു.
ഗ്രീസിലെ ദാർശനികരും ആഫ്രിക്കയിലെ ജ്ഞാനികളും ആദ്യകാല ക്രൈസ്തവ പിതാക്കന്മാരും ഈ സിദ്ധാന്തത്തെ മനസ്സിലാക്കിയിരുന്നുവെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ആശയം യഥാർത്ഥത്തിൽ ഉദ്ഭവിച്ചതെവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഒരു നിമിഷം നിർത്തി, മറുപടി പ്രതീക്ഷിക്കാതെ തന്നെ തുടർന്നു. ഞാൻ പറയാം, പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു. ഈ പുരാതന ലോകത്തിൽ ജന്മാന്തര സിദ്ധാന്തം ആദ്യമായി സ്വീകരിക്കപ്പെട്ടത് ഇന്ത്യയിലാണ്. അത്യന്തം പുരാതനകാലം മുതൽ തന്നെ അതിന്റെ നാടിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖമെന്നെ ആകർഷിച്ചു. അപൂർവമായൊരു ഭാവം. നൂറുകണക്കിന് ഇന്ത്യക്കാരുടെ ഇടയിൽ നിന്നാലും വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വം. ഒളിപ്പിച്ചുവെച്ച ശക്തി, അതാണെന്റെ മനസ്സിലുണ്ടായ വായന. ഊർജ്ജസ്വലമായ കണ്ണുകൾ, ദൃഢമായ താടി, ഉയർന്ന നെറ്റി, ഇവയാണ് അദ്ദേഹത്തിന്റെ മുഖസവിശേഷതകൾ. സാധാരണ ഹിന്ദുസ്ഥാനികളെക്കാൾ ഇരുണ്ട നിറമാണ് അദ്ദേഹത്തിന്റെ ത്വക്ക്. തലയിൽ മുൻവശത്തു മിന്നുന്ന രത്നം പതിപ്പിച്ച മനോഹരമായൊരു തലപ്പാവും. ശേഷമുള്ള വസ്ത്രധാരണം യൂറോപ്യൻ ശൈലിയിലും അത്യന്തം നന്നായി തയ്യാറാക്കിയതുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ആത്മവിശ്വാസപൂർണമായ വാക്കുകൾ കൗണ്ടറിനു പിന്നിലെ വൃദ്ധനെ അത്ര സന്തോഷിപ്പിച്ചില്ല. ശക്തമായ എതിർപ്പുടൻ ഉയർന്നു. അങ്ങനെ എങ്ങനെയാണ് സാധ്യമാകുക? പുസ്തകവ്യാപാരി സംശയത്തോടെ ചോദിച്ചു. ക്രിസ്തുമതത്തിനു മുമ്പുള്ള കാലത്ത് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ സംസ്കാരത്തിന്റെയും വിദ്യയുടെയും കേന്ദ്രങ്ങളായിരുന്നില്ലേ? അഥീനസും അലക്സാൻഡ്രിയയും പോലുള്ള നഗരങ്ങളിൽ മഹത്തായ ബുദ്ധിജീവികൾ ജീവിച്ചിരുന്നില്ലേ? അപ്പോൾ അവരുടെ ആശയങ്ങൾ തെക്കോട്ടും കിഴക്കോട്ടും പടർന്ന് ഇന്ത്യയിലെത്തിയതല്ലേ? ഇന്ത്യൻ വ്യക്തി സഹനത്തോടെ പുഞ്ചിരിച്ചു. അല്ല, അദ്ദേഹം ഉടൻ മറുപടി പറഞ്ഞു. സംഭവിച്ചത് അതിന്റെ പൂർണ്ണമായ വിപരീതമായിരുന്നു. എന്ത്? പുരോഗമിച്ച പാശ്ചാത്യ ലോകം പിന്നോക്കം നിൽക്കുന്ന കിഴക്കിൽ നിന്ന് തത്വചിന്ത സ്വീകരിച്ചു എന്ന് നിങ്ങൾ വാദിക്കുന്നുവോ? പുസ്തകവ്യാപാരി ശക്തമായി പ്രതികരിച്ചു. എന്തുകൊണ്ടല്ല? ഇന്ത്യൻ വ്യക്തി ചോദിച്ചു. അപ്പുലേയസ് വീണ്ടും വായിക്കുക. പൈത്തഗോറസ് ഇന്ത്യയിലെത്തി ബ്രാഹ്മണന്മാരിൽ നിന്ന് പഠിച്ചതെങ്ങനെയെന്ന് അവിടെ കാണാം. പിന്നെ യൂറോപ്പിലേക്ക് മടങ്ങിയ ശേഷം അദ്ദേഹം ജന്മാന്തര സിദ്ധാന്തം പഠിപ്പിക്കാൻ തുടങ്ങിയതും ശ്രദ്ധിക്കുക. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇനിയും പലതുണ്ട്. നിങ്ങൾ പറയുന്ന പിന്നോക്കം നിൽക്കുന്ന കിഴക്ക് എന്ന വാക്കുകൾ എനിക്ക് ചിരിയുണർത്തുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ ഋഷികൾ ഏറ്റവും ആഴമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ദേശക്കാർക്ക് അത്തരം പ്രശ്നങ്ങൾ നിലവിലുണ്ടെന്ന ബോധം പോലുമുണ്ടായിരുന്നില്ല. അദ്ദേഹം വാക്കുകൾ അവിടെ ഇട്ടു നിർത്തി. ഞങ്ങളെ ഉറ്റുനോക്കി. അവ മനസ്സിൽ പതിയാൻ സമയം നൽകി. വൃദ്ധ പുസ്തകവ്യാപാരി അല്പം കുഴങ്ങിയതായി എനിക്ക് തോന്നി. ഇത്രയും നിശ്ശബ്ദനായി മറ്റൊരാളുടെ ബൗദ്ധിക അധികാരത്തിൽ അമ്പരന്ന് നിൽക്കുന്ന അദ്ദേഹത്തെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഞാൻ മുഴുവൻ സമയം മൗനമായി കേട്ടുകൊണ്ടിരുന്നു. ഒന്നും പറയാൻ ശ്രമിച്ചില്ല. സംഭാഷണം സ്വാഭാവികമായി മുടങ്ങുന്നൊരു നിമിഷം അവിടെ ഉണ്ടായി. എല്ലാവരും അത് മാനിക്കുന്നതുപോലെ. അല്പസമയത്തിനു ശേഷം ആ ഇന്ത്യൻ വ്യക്തി പെട്ടെന്ന് തിരിഞ്ഞ് അകത്തളത്തിലേക്ക് പോയി. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം വില കൂടിയ ഒരു ഗ്രന്ഥവുമായി അദ്ദേഹം മടങ്ങിവന്നു. പുസ്തകത്തിന് പണം നൽകി കടവിടാനൊരുങ്ങി. വാതിലിനരികിലെത്തുമ്പോൾ അദ്ദേഹം നടന്നു നീങ്ങുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അപ്രതീക്ഷിതമായി അദ്ദേഹം വീണ്ടും തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നു. പോക്കറ്റിൽ നിന്നൊരു പേഴ്സ് എടുത്ത് ഒരു സന്ദർശക കാർഡ് പുറത്തെടുത്തു. ഈ സംഭാഷണം നമുക്ക് തുടരുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം, പാതി പുഞ്ചിരിയോടെ. ഞാൻ അത്ഭുതപ്പെട്ടു, പക്ഷെ സന്തോഷത്തോടെ സമ്മതിച്ചു. അദ്ദേഹം കാർഡ് എന്റെ കയ്യിൽ നൽകി. ഒപ്പം അത്താഴത്തിന് എന്നെ ക്ഷണിക്കുകയും ചെയ്തു. സമയം സന്ധ്യയോടടുത്തപ്പോൾ ആ അപരിചിതന്റെ വസതിയെ തേടി ഞാൻ പുറപ്പെട്ടു. യാത്രയത്ര സുഖകരമായിരുന്നില്ല. നഗരത്തിന്റെ തെരുവുകൾ മുഴുവൻ മൂടൽമഞ്ഞു പടർന്നിരുന്നു. ചിലർക്കിത് കാവ്യാത്മകമായ ഒരു സൗന്ദര്യമായി തോന്നിയേക്കാം, മങ്ങിയ വെളിച്ചങ്ങളും നിശബ്ദമായ വഴികളും. എന്നാൽ എന്റെ മനസ്സു മുഴുവനും വരാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ കേന്ദ്രീകരിച്ചതിനാൽ ചുറ്റുമുള്ള സൗന്ദര്യവും അസ്വസ്ഥതയും ഒന്നും തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് എന്റെ നടപ്പിന് അവസാനം കുറിക്കുന്നതുപോലെ ഒരു വമ്പിച്ച കവാടം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇരുമ്പു താങ്ങുകളിൽ സ്ഥാപിച്ചിരുന്ന 2 വലിയ വിളക്കുകൾ വരവേൽക്കുന്നതുപോലെ പ്രകാശിച്ചു. വീടിനകത്ത് കാൽവെച്ച നിമിഷം തന്നെ ഞാനൊരാശ്ചര്യത്തിലായി. പുറത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്തത്ര വ്യത്യസ്തവും മനോഹരവുമായ ഒരകത്തളമാണ് അവിടെ തുറന്നു കാണിച്ചത്. ഈ പ്രത്യേകമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്റെ ആതിഥേയൻ തന്റെ രുചിയും ധനസാധ്യതകളും പൂർണ്ണമായി വിനിയോഗിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരേഷ്യൻ രാജധാനിയിലെ മാളികയുടെ ഭാഗം പോലും തോന്നിപ്പിക്കുന്ന വിശാലമായൊരു മുറിയിലായിരുന്നു.
പുറംവാതിലടഞ്ഞതോടെ ചാരനിറവും തണുപ്പും നിറഞ്ഞ പാശ്ചാത്യലോകം ഞാൻ പിന്നിലാക്കി. ഇന്ത്യൻ ചൈനീസ് ശൈലികൾ ചേർത്തുള്ള അലങ്കാരമാണ് മുറിയിൽ നിറഞ്ഞിരുന്നത്. ചുവപ്പ്, കറുപ്പ്, സ്വർണവർണ്ണം ഇവയാണ് പ്രധാന നിറങ്ങൾ. ചുമരുകളിലുടനീളം ചൈനീസ് ഡ്രാഗണുകൾ ചിത്രീകരിച്ച മനോഹരമായ തൂവാലകൾ വിരിച്ചിരിക്കുന്നു. മുറിയുടെ മൂലകളിൽ കുത്തുപണികളുള്ള പച്ച ഡ്രാഗൺ മുഖങ്ങൾ, വിലയേറിയ ശില്പവസ്തുക്കൾ താങ്ങി നിൽക്കുന്നു. വാതിലിന്റെ ഇരുവശങ്ങളിലും പട്ടുമന്ദാരിൻ വസ്ത്രങ്ങൾ അലങ്കാരമായി തൂക്കിയിരുന്നു. നിലത്ത് കട്ടിയുള്ള ഇന്ത്യൻ പായകൾ വിരിച്ചിരുന്നു. അതിന്മേൽ ചുവടുവയ്ക്കുമ്പോൾ കാലുകൾ ആഴ്ന്നിറങ്ങുന്ന സുഖം അനുഭവപ്പെട്ടു. അടുപ്പിനു മുന്നിൽ പൂർണ്ണ നീളത്തിൽ വിരിച്ചിട്ടിരുന്ന വലിയൊരു കടുവത്തോൽ. ഒരു മൂലയിൽ മിനുക്കിയ ഒരു ചെറുമേശ. അതിന്മേൽ പൊന്മടക്കുവാതിലുകളുള്ള കറുത്ത എബണി ക്ഷേത്രം. അകത്ത് ഒരു ഇന്ത്യൻ ദൈവത്തിന്റെ രൂപം ഞാൻ മങ്ങലായി കണ്ടു. ശാന്തവും അജ്ഞാതവുമായ മുഖഭാവം, തുറന്നുനോട്ടമുള്ള കണ്ണുകൾ. അത് ബുദ്ധന്റെ പ്രതിമയായിരിക്കാം എന്ന് ഞാൻ ഊഹിച്ചു. എന്റെ ആതിഥേയൻ സ്നേഹപൂർവ്വം എന്നെ സ്വാഗതം ചെയ്തു. കറുത്ത ഡിന്നർ സ്യൂട്ടിൽ അതീവ ഭംഗിയായി അണിഞ്ഞിരുന്ന അദ്ദേഹത്തെ നോക്കുമ്പോൾ ലോകത്തെവിടെയായാലും ഒരു ഗൗരവമുള്ള വ്യക്തിത്വമായി അദ്ദേഹം തിളങ്ങുമെന്ന് ഞാൻ മനസ്സിലാക്കി. കുറച്ചു സമയത്തിനു ശേഷം ഞങ്ങൾ അത്താഴത്തിനിരുന്നു. മനോഹരമായ വിഭവങ്ങൾ മേശയിലെത്തി. അന്നാണ് ഞാൻ ആദ്യമായി ഇന്ത്യൻ കറി രുചിക്കുന്നത്. അതിന്റെ രുചി പിന്നീടൊരിക്കലും വിട്ടുപോയില്ല. ഞങ്ങൾക്ക് ഭക്ഷണം സർവ് ചെയ്യുന്നയാൾ വെളുത്ത വസ്ത്രവും പൊൻവരയുള്ള കച്ചയും വൃത്തിയുള്ള തലപ്പാവും ധരിച്ച് കാഴ്ചയ്ക്ക് തന്നെ ഭംഗിയായിരുന്നു. ഭക്ഷണസമയത്തെ സംഭാഷണം പൊതുവായ വിഷയങ്ങളിൽ ഒതുങ്ങിയിരുന്നുവെങ്കിലും എന്റെ ആതിഥേയൻ പറയുന്ന ഓരോ വാക്കിലും ഒരു തീർച്ചയുണ്ടായിരുന്നു. വാദത്തിനിടമില്ലാത്ത വിധത്തിൽ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം സംസാരിച്ചിരുന്നു. ആ ശാന്തമായ ആത്മവിശ്വാസം എന്നിൽ ശക്തമായ ഒരു സ്വാധീനം ചെലുത്തി. കാപ്പി കുടിക്കുമ്പോൾ അദ്ദേഹം തന്റെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടെന്നും ആവശ്യമായ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടെന്നും ഞാൻ അറിഞ്ഞു. ചൈനയിൽ ചിലവഴിച്ച കാലം, ജപ്പാന്റെ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച പ്രവചനങ്ങൾ, അമേരിക്കയും യൂറോപ്പും ഇവയെല്ലാം അദ്ദേഹം വിവരിച്ചു. അതിലുപരി സിറിയയിലെ ഒരു ക്രിസ്ത്യൻ സന്യാസമഠത്തിൽ ഒറ്റപ്പെട്ട ജീവിതം നയിച്ച അനുഭവം കേട്ടപ്പോൾ ഞാൻ അതിശയിച്ചു. സിഗരറ്റ് കത്തിച്ചപ്പോൾ പുസ്തകശാലയിൽ പറഞ്ഞ വിഷയം വീണ്ടും ഉയർന്നു. എങ്കിലും അദ്ദേഹം അതിലധികം നിൽക്കാതെ സംഭാഷണം വലിയ തലങ്ങളിലേക്ക് നീക്കി. ഇന്ത്യയുടെ പുരാതന ജ്ഞാനത്തെക്കുറിച്ച്. നമ്മുടെ ഋഷിമാരുടെ ചില ഉപദേശങ്ങൾ പാശ്ചാത്യ ലോകത്തെത്തിയിട്ടുണ്ട്, അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു. പക്ഷെ പലപ്പോഴും അവ തെറ്റിദ്ധരിക്കപ്പെട്ടു, ചിലപ്പോൾ വളച്ചൊടിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും ഞാൻ പരാതിപ്പെടുന്നില്ല. ഇന്നത്തെ ഇന്ത്യ എന്താണ്? തന്റെ മഹത്തായ പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്ന രാജ്യമല്ല അവളിനി. ആ മഹത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെനിക്ക് ദുഃഖകരമാണ്. ജനസമൂഹം യഥാർത്ഥ ആത്മീയത നഷ്ടപ്പെടുത്തി വ്യാജ മതാചാരങ്ങളുടെയും അനാവശ്യ പതിവുകളുടെയും കുരുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ മൂല്യച്യുതിയുടെ കാരണമെന്താണ്? ഞാൻ ചോദിച്ചു. അദ്ദേഹം കുറച്ചുനേരം മൗനത്തിലായിരുന്നു. കണ്ണുകൾ പകുതിയടഞ്ഞു. പിന്നെ ശാന്തമായി പറഞ്ഞു, ഒരു കാലത്ത് എന്റെ ദേശത്ത് ജീവിതത്തിന്റെ രഹസ്യങ്ങളിലേക്ക് കടന്നുനോക്കിയ മഹാന്മാരായ ദർശകരുണ്ടായിരുന്നു. രാജാവും സാധാരണക്കാരനും അവരുടെ ഉപദേശം തേടിയിരുന്നു. അവരുടെ പ്രചോദനത്തിൽ ഇന്ത്യൻ സംസ്കാരം ഉച്ചസ്ഥായിയിലെത്തി. ഇന്നവർ എവിടെയാണ്? 2-3 പേർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപരിചിതരായി, രേഖകളില്ലാതെ, ആധുനിക ജീവിതത്തിന്റെ ഒഴുക്കിൽ നിന്ന് അകലെയായി. ആ മഹർഷികൾ സമൂഹത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ നമ്മുടെ തകർച്ചയും ആരംഭിച്ചു. അവസാന വാക്കുകളിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വേദന നിറഞ്ഞിരുന്നു. തല കുനിഞ്ഞ് ചിന്തകളിൽ മുങ്ങിയ നിലയിൽ അദ്ദേഹം കുറച്ചുനേരം മൗനത്തിലായി. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്നെ വീണ്ടും ആകർഷിച്ചു. മിന്നുന്ന കണ്ണുകളിൽ ബുദ്ധിയുടെ തീക്ഷ്ണതയും മൃദുവായ ശബ്ദത്തിൽ കരുണയും തെളിഞ്ഞിരുന്നു. ഞാൻ വീണ്ടും മനസ്സിലാക്കി, എനിക്ക് ഈ മനുഷ്യനെ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിചാരകൻ നിശബ്ദമായി മുറിയിൽ കയറി ആ ചെറുക്ഷേത്രത്തിനു മുന്നിൽ ധൂപം തെളിച്ചു. നീലനിറമുള്ള പുക മേലോട്ടുയർന്നു. കിഴക്കൻ ധൂപത്തിന്റെ സൗമ്യമായ സുഗന്ധം മുറിയിലാകെ പടർന്നു. പെട്ടെന്ന് എന്റെ ആതിഥേയൻ തലയുയർത്തി എന്നെ നോക്കി. 2-3 പേർ ഇപ്പോഴും ശേഷിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വിചിത്രമായി ചോദിച്ചു. അതെ,
ഒരിക്കൽ ഞാനൊരു മഹാസന്യാസിയെ കണ്ടിരുന്നു. അതൊരു അപൂർവ ഭാഗ്യമായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കാറില്ല. അദ്ദേഹം എന്റെ പിതാവും വഴികാട്ടിയും ഗുരുവും സുഹൃത്തുമായിരുന്നു. ദൈവസമാനമായ ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജീവിതത്തിന്റെ ആഴത്തിൽ നല്ലതുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം എനിക്ക് പഠിപ്പിച്ചു. സൗന്ദര്യത്തെ ഞാൻ ആരാധിച്ചിരുന്ന ഒരാളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് കുഷ്ഠരോഗികളും ദരിദ്രരുമായ രൂപവൈകല്യമുള്ള മനുഷ്യരിലും ദൈവിക സൗന്ദര്യം കാണാൻ. മുമ്പ് ഞാൻ ഭയന്നിരുന്നവരായിരുന്നു അവർ. അദ്ദേഹം പട്ടണങ്ങളിൽ നിന്നകലെ വനത്തിലെ ഒരു ആശ്രമത്തിലാണ് ജീവിച്ചിരുന്നത്. യാദൃച്ഛികമായി ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തി. അതിനുശേഷം പലതവണ അദ്ദേഹത്തെ സന്ദർശിച്ചു. ഒരു രാജ്യത്തിന് തന്നെ മഹത്വം നൽകാൻ കഴിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ സേവിക്കാൻ അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് വന്നില്ലേ? ഞാൻ ചോദിച്ചു. ഇന്ത്യൻ വ്യക്തി തലകുലുക്കി. അത്തരമൊരു മനുഷ്യന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുക തന്നെ പ്രയാസമാണ്, അദ്ദേഹം പറഞ്ഞു. മനസ്സിന്റെ അദൃശ്യശക്തിയിലൂടെ ദൂരത്തുനിന്നും സേവനം ചെയ്യാമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഒരു സമൂഹം തകർന്നാൽ മോചനത്തിന്റെ സമയമെത്തുവോളം അതിന്റെ ഫലമനുഭവിക്കണമെന്നും. ഈ മറുപടി എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു, സുഹൃത്തെ, അദ്ദേഹം ശാന്തമായി പറഞ്ഞു. ആ ഓർമ്മയിൽ പതിഞ്ഞ ആ സന്ധ്യയ്ക്ക് ശേഷം ഞാൻ പലതവണ ആ ഇന്ത്യൻ സുഹൃത്തിന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ അപൂർവമായ അറിവ് എന്നെ ആകർഷിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ വ്യക്തിത്വവും എന്നെ അവിടേക്ക് വീണ്ടും വീണ്ടും നയിച്ചു. എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ചില ആഗ്രഹങ്ങളെ അദ്ദേഹം സ്പർശിച്ചുണർത്തി. ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തണമെന്ന ആഗ്രഹം അകത്തുനിന്ന് ശക്തമായി ഉയർന്നു. ബൗദ്ധിക കൗതുകം തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ അർത്ഥവത്തായ സന്തോഷത്തിലേക്കുള്ള വഴിയിലേക്ക് എന്നെ നയിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരു സന്ധ്യയിൽ ഞങ്ങളുടെ സംഭാഷണം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ പോകുന്ന ഒരു വഴിത്തിരിവിലെത്തി. ചിലപ്പോഴൊക്കെ അദ്ദേഹം തന്റെ ദേശത്തിന്റെ വിചിത്രമായ ആചാരങ്ങളെയും വ്യത്യസ്തമായ പാരമ്പര്യങ്ങളെയും കുറിച്ച് പറയുമായിരുന്നു. ചിലപ്പോൾ തന്റെ അത്ഭുതകരമായ നാടിനെ നിറച്ചിരിക്കുന്ന മനുഷ്യരൂപങ്ങളെ വാക്കുകളിൽ വരച്ചുകാട്ടും. അന്നൊരു വൈകുന്നേരം അദ്ദേഹം യോഗി എന്നൊരു പ്രത്യേക മനുഷ്യവിഭാഗത്തെക്കുറിച്ച് പരാമർശിച്ചു. യോഗി എന്ന പദത്തിന്റെ അർത്ഥം എനിക്ക് വ്യക്തമായിരുന്നില്ല. വായനയിൽ പലതവണ ആ വാക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ അർത്ഥങ്ങളിലായിരുന്നു അതിന്റെ ഉപയോഗം. അതുകൊണ്ടുതന്നെ ആശയക്കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ആ പദം ഉപയോഗിച്ച ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തെ നിർത്തി വിശദീകരണം ആവശ്യപ്പെട്ടു. അത് സന്തോഷത്തോടെ ചെയ്യാം, അദ്ദേഹം പറഞ്ഞു. എങ്കിലും ഒരു നിർവചനത്തിൽ യോഗിയെ വിശദീകരിക്കുക ബുദ്ധിമുട്ടാണ്. എന്റെ രാജ്യത്തെ 10 പേർ 10 വിധത്തിൽ അതിനർത്ഥം പറയാം. ഉദാഹരണത്തിന്, ഗ്രാമങ്ങളിലൂടെയും മതമേളകളിലൂടെയും സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് ഭിക്ഷാടകർ ഈ പേരിൽ അറിയപ്പെടുന്നു. അവരിൽ ചിലർ അലസന്മാരാണ്, ചിലർ അപകടകാരികളുമാണ്. ഭൂരിഭാഗവും യോഗശാസ്ത്രത്തിന്റെ ചരിത്രവും തത്വവും അറിയാത്ത, അക്ഷരജ്ഞാനം പോലുമില്ലാത്തവരാണ്. എന്നിട്ടും അവരാ പാരമ്പര്യത്തിന്റെ മറവിൽ നടക്കുന്നു. അദ്ദേഹം സിഗരറ്റിന്റെ ചാരം തട്ടിനീക്കി. പക്ഷേ അദ്ദേഹം തുടർന്നു. ഹിമാലയം കാവൽ നിൽക്കുന്ന ഋഷികേഷ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ തികച്ചും വ്യത്യസ്തമായ മനുഷ്യരെ കാണാം. ലളിതമായ കുടിലുകളിലും ഗുഹകളിലും ജീവിക്കുന്നവർ, കുറച്ചുമാത്രം ഭക്ഷണം കഴിച്ച് ദൈവചിന്തയിൽ മുഴുകിയ ജീവിതം നയിക്കുന്നവർ. മതം അവരുടെ ശ്വാസമാണ്. രാവും പകലും അവരുടെ മനസ്സ് അതിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും മന്ത്രങ്ങൾ ജീവിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യർ. അവർക്കും യോഗി എന്ന പേരാണ്. എന്നാൽ ജനങ്ങളെ വഞ്ചിക്കുന്ന ഭിക്ഷാടകരുമായി ഇവർക്കെന്താണ് സാമ്യം? ഇതാണ് ആ പദത്തിന്റെ വിശാലത. ഈ 2 വിഭാഗങ്ങൾക്കിടയിൽ ഇരുവരുടെയും സ്വഭാവം അല്പം ഉൾക്കൊള്ളുന്നവരുമുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു, യോഗികൾക്ക് അതീന്ദ്രിയ ശക്തികളുണ്ടെന്ന് കേൾക്കാറില്ലേ? അദ്ദേഹം ചിരിച്ചു. അതിന് മറ്റൊരു വിശദീകരണം കൂടി കേൾക്കണം, അദ്ദേഹം പറഞ്ഞു. വലിയ നഗരങ്ങളിൽ നിന്ന് അകലെയുള്ള കാടുകളിലും പർവ്വത ഗുഹകളിലും ഒറ്റപ്പെട്ടു കഴിയുന്ന ചില അസാധാരണ വ്യക്തികളുണ്ട്. അവർ ജീവിതം മുഴുവൻ ചില അഭ്യാസങ്ങൾക്ക് സമർപ്പിക്കുന്നു. അവയുടെ ഫലമായി അത്ഭുതകരമായ ശക്തികൾ ലഭിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അവരിൽ ചിലർ മതത്തെ പൂർണ്ണമായും നിരസിക്കുന്നു, ചിലർ അത്യന്തം ഭക്തരാണ്. എന്നാൽ എല്ലാവരും പ്രകൃതിയിലെ ദൃശ്യമല്ലാത്ത ശക്തികളെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയിൽ രഹസ്യവും അതീന്ദ്രിയവുമായ പാരമ്പര്യങ്ങൾ എപ്പോഴും നിലനിന്നിട്ടുണ്ട്. അത്തരം കഴിവുകൾ പ്രകടിപ്പിച്ചവരെക്കുറിച്ച് നിരവധി കഥകളുണ്ട്.
ഇവരെയും യോഗികൾ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ അത്തരക്കാരെ കണ്ടിട്ടുണ്ടോ? ഈ കഥകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. അദ്ദേഹം കുറച്ചുനേരം മൗനത്തിലായി. മറുപടി എങ്ങനെ നൽകണമെന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതുപോലെ തോന്നി. എന്റെ കണ്ണുകൾ സമീപത്തെ ചെറുക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു. മൃദുവായ വെളിച്ചത്തിൽ പൊൻതാമരാസനത്തിലിരിക്കുന്ന ബുദ്ധൻ എന്നോട് സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്നതായി എനിക്ക് തോന്നി. ഒരു നിമിഷം ആ അന്തരീക്ഷത്തിൽ എന്തോ അതിശയകരമായതുണ്ടെന്ന തോന്നലുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ശാന്തമായ ശബ്ദം എന്റെ ചിന്തകൾ മുറിച്ചു. "ഇതു നോക്കൂ," അദ്ദേഹം പറഞ്ഞു. കഴുത്തിനടിയിൽ നിന്ന് എന്തോ പുറത്തെടുത്തു. "ഞാനൊരു ബ്രാഹ്മണനാണ്. ഇതാണെന്റെ പൂണൂൽ." ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള കർശനമായ പാരമ്പര്യം ചില സ്വഭാവഗുണങ്ങളെ ഞങ്ങളുടെ ജാതിയിൽ സ്വാഭാവികമാക്കി. പാശ്ചാത്യ വിദ്യാഭ്യാസമോ യാത്രകളോ അവയെ മാറ്റാൻ കഴിയില്ല. ദൈവവിശ്വാസം, അതീന്ദ്രിയ ശക്തികളിലേക്കുള്ള വിശ്വാസം, മനുഷ്യന്റെ ആത്മീയ പരിണാമം, ഇവയെല്ലാം ഒരു ബ്രാഹ്മണനായി എനിക്ക് ജന്മസിദ്ധമായതാണ്. ഞാൻ ആഗ്രഹിച്ചാലും അവയെ നശിപ്പിക്കാൻ കഴിയില്ല. യുക്തിയും തർക്കവും ഇവയോടേറ്റുമുട്ടുമ്പോൾ അവ പലപ്പോഴും തോറ്റുപോകും. അതിനാൽ ആധുനിക ശാസ്ത്രത്തിന്റെ മാർഗങ്ങളോടും തത്വങ്ങളോടും എനിക്ക് സഹാനുഭൂതി ഉണ്ടായാലും എന്റെ മറുപടി ഇതാണ്: ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം കുറച്ചുനേരം എന്നെ ഉറ്റുനോക്കി. പിന്നെ തുടർന്നു: "അതെ, ഞാൻ അത്തരം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. 3 പ്രാവശ്യം. അവരെ കണ്ടെത്തുക വളരെ പ്രയാസമാണ്. ഒരു കാലത്ത് അവരെ കണ്ടെത്തുന്നത് എളുപ്പമായിരുന്നിരിക്കാം. ഇന്നവർ ഏതാണ്ട് അപ്രത്യക്ഷരായിരിക്കുന്നു." "എങ്കിലും അവരെപ്പോഴും ഉണ്ടാവുമല്ലോ?" ഞാൻ ചോദിച്ചു. "സാധ്യതയുണ്ട്," അദ്ദേഹം പറഞ്ഞു. "പക്ഷേ അവരെ കണ്ടെത്തുക ദീർഘമായൊരന്വേഷണമാകും." "നിങ്ങളുടെ ഗുരു, അദ്ദേഹം അവരിലൊരാളായിരുന്നോ?" "അല്ല, അദ്ദേഹം അതിനേക്കാൾ ഉയർന്ന തലത്തിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഒരു ഋഷിയായിരുന്നു." "ഋഷിയോ?" ആ പദം എനിക്ക് വിശദീകരണം ആവശ്യമായി. "യോഗികളെക്കാൾ ഉയർന്ന നിലയിലാണ് ഋഷികൾ," അദ്ദേഹം പറഞ്ഞു. "ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം മനുഷ്യ സ്വഭാവത്തിലേക്ക് മാറ്റിവെച്ചു നോക്കൂ. ഭൗതിക പരിണാമത്തോടൊപ്പം ആത്മീയ പരിണാമവുമുണ്ടെന്ന് ബ്രാഹ്മണ ദർശനം പറയുന്നു. ആ ആത്മീയ ഉയർച്ചയുടെ ഉച്ചസ്ഥാനത്തെത്തിയവരാണ് ഋഷികൾ. അങ്ങനെ ചിന്തിച്ചാൽ അവരുടെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയെങ്കിലും ലഭിക്കും." "അവർ അത്ഭുതങ്ങൾ ചെയ്യുമോ?" "അതെ, ചെയ്യുന്നു. പക്ഷേ അതിനായി അവർ അവയെ വിലമതിക്കില്ല. പല യോഗികളും അത്ഭുതങ്ങളെ ലക്ഷ്യമാക്കുമ്പോൾ ഋഷികൾക്കത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഇച്ഛാശക്തിയുടെയും മനസ്സിന്റെ ഏകാഗ്രതയുടെയും ഫലമായി. അവ അവരുടെ മുഖ്യ ലക്ഷ്യമല്ല. ചിലപ്പോൾ അവർ അവയെ അവഗണിക്കും പോലും. അവരുടെ പ്രധാന ലക്ഷ്യം ബുദ്ധനും ക്രിസ്തുവും പ്രതിനിധാനം ചെയ്ത ദൈവിക നിലയിലേക്കുള്ള ആന്തരിക വളർച്ചയാണ്." "എങ്കിലും ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തില്ലേ?" "ചെയ്തു. പക്ഷേ അത് സ്വന്തം മഹത്വത്തിനു വേണ്ടിയല്ല. സാധാരണ മനുഷ്യരുടെ വിശ്വാസമുണർത്താനായിരുന്നു. അങ്ങനെയെങ്കിൽ ഋഷികൾ ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾ അവരെ പിന്തുടരില്ലേ? അത് സംഭവിക്കുമായിരുന്നു. പക്ഷേ അവർ പൊതുജീവിതത്തിലേക്ക് വരേണ്ടിവരും. ഋഷികൾ അത്യപൂർവമായ സാഹചര്യങ്ങളിലാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണയായി അവർ ലോകത്തിൽ നിന്ന് അകന്നു ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ഒരു പ്രത്യേക ദൗത്യത്തിനായി അവർ പുറത്തുവരും, പിന്നെ വീണ്ടും അപ്രത്യക്ഷരാകും. അങ്ങനെയെങ്കിൽ അവർ മറ്റുള്ളവർക്ക് എന്ത് സേവനം ചെയ്യുന്നു?" ഞാൻ ചോദിച്ചു. അദ്ദേഹം പുഞ്ചിരിച്ചു. "നിങ്ങളുടെ പാശ്ചാത്യ ചൊല്ല് ഓർമ്മിക്കുക. ദൃശ്യമാകുന്നതെല്ലാം സത്യമാവണമെന്നില്ല. അവരെ അടുത്തറിയാതെ ലോകത്തിന് അവരെ വിലയിരുത്താൻ കഴിയില്ല. പഴയകാലത്ത് അവർ നഗരങ്ങളിൽ താമസിച്ചപ്പോൾ അവരുടെ ജ്ഞാനവും ശക്തിയും വ്യക്തമായിരുന്നു. മഹാരാജാക്കന്മാർ പോലും അവരുടെ ഉപദേശം തേടിയിരുന്നു. എന്നാൽ ഭൂരിഭാഗവും ഋഷികൾ അദൃശ്യമായും നിശബ്ദമായും സ്വാധീനം ചെലുത്താനാണ് ഇഷ്ടപ്പെടുന്നത്." "എനിക്ക് അത്തരം മനുഷ്യരെ കാണണം," ഞാൻ പതുക്കെ പറഞ്ഞു. "യഥാർത്ഥ യോഗികളെ കാണണമെന്ന ആഗ്രഹവും എനിക്കുണ്ട്." "നീ ഒരുനാൾ അവരെ കാണും," അദ്ദേഹം ഉറപ്പിച്ചു. "എങ്ങനെ നിങ്ങൾക്കതറിയാം?" "നാം ആദ്യമായി കണ്ട ദിവസം തന്നെ എനിക്കത് അനുഭവമായി. അതിനെ ഇൻറ്റ്യൂഷൻ എന്ന് വിളിക്കാം. പുറം തെളിവുകളില്ലാത്ത, പക്ഷേ ഉള്ളിൽ ശക്തമായി അനുഭവപ്പെട്ട ഒരു സന്ദേശം. എന്റെ ഗുരു അതിനെ വളർത്താൻ എന്നെ പഠിപ്പിച്ചു. ഇന്ന് ഞാനതിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരാധുനിക സോക്രട്ടീസ് അവന്റെ ദൈവശബ്ദത്താൽ നയിക്കപ്പെടുന്നതുപോലെ," ഞാൻ തമാശയായി പറഞ്ഞു. "പക്ഷേ അതെപ്പോൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു?" അദ്ദേഹം ഭുജം കുലുക്കി. "ഞാൻ പ്രവാചകനല്ല, അതിനാൽ തീയതി പറയാൻ കഴിയില്ല." ഞാൻ അധികം ചോദിച്ചില്ല. എന്നിരുന്നാലും അദ്ദേഹം കൂടുതൽ പറയാൻ കഴിയുമെന്നെനിക്ക് തോന്നി. അല്പസമയം ചിന്തിച്ച ശേഷം ഞാനൊരു നിർദ്ദേശം മുന്നോട്ടുവച്ചു. "നിങ്ങളൊരിക്കൽ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുമല്ലോ. അപ്പോൾ ഞാൻ തയ്യാറായിരിക്കുകയാണെങ്കിൽ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാമോ? അത്തരം മനുഷ്യരെ കണ്ടെത്താൻ നിങ്ങളെന്നെ സഹായിക്കുമോ?" "ഇല്ല,"
അദ്ദേഹം പറഞ്ഞു. ഒറ്റയ്ക്ക് പോകൂ, അതാണ് നിനക്ക് നല്ലത്. ഒരപരിചിതന് അത് വളരെ പ്രയാസമല്ലേ? അതെ, വളരെ പ്രയാസമാണ്. പക്ഷേ ഒറ്റയ്ക്ക് പോകൂ. ഒരുനാൾ നീ തന്നെ മനസ്സിലാക്കും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. ആ കാലം മുതൽ എന്റെ ഉള്ളിലൊരു ശക്തമായ വിശ്വാസം വളർന്നു. ഒരുനാൾ ജീവിതത്തിലെ അത്യന്തം നിർണായകമായൊരു പ്രഭാതമുദിക്കും. അന്ന് ഞാൻ സൂര്യോദയത്തിന്റെ ദിശയിലേക്കുള്ള കിഴക്കൻ ദേശത്ത് ഇന്ത്യയിൽ നങ്കൂരമിട്ടിരിക്കുമെന്ന ഉറച്ച ബോധം. ഒരു കാലത്ത് ഇന്ത്യ ഋഷികൾ പോലുള്ള മഹാന്മാരെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നും അവരിൽ ചിലർ എവിടെയെങ്കിലും ജീവിച്ചിരിക്കാമെന്ന് എന്റെ സുഹൃത്ത് വിശ്വസിക്കുന്നുവെങ്കിൽ അവരെ കണ്ടെത്താനുള്ള പരിശ്രമം എത്ര പ്രയാസമുള്ളതായാലും അവരുടെ ജ്ഞാനത്തിന്റെ ചെറിയൊരംശം പോലും അറിയാൻ കഴിയുമെങ്കിൽ അത് അതിന്റെ മൂല്യം നിറവേറ്റുന്നതായിരിക്കും. അങ്ങനെയൊരു അന്വേഷണത്തിലൂടെ ഇതുവരെ ജീവിതം നിഷേധിച്ചിട്ടുള്ള സംതൃപ്തിയും അർത്ഥബോധവും എനിക്ക് ലഭിച്ചേക്കാം. ആ ലക്ഷ്യത്തിൽ ഞാൻ പരാജയപ്പെട്ടാലും ആ യാത്ര പാഴാകില്ല. കാരണം ആ വിചിത്ര മനുഷ്യരായ യോഗികൾ അവരുടെ രഹസ്യാഭ്യാസങ്ങളും അത്ഭുത ശക്തികളും വ്യത്യസ്തമായ ജീവിതശൈലിയും എന്റെ കൗതുകത്തെ ശക്തമായി ഉണർത്തുന്നു. മാധ്യമപ്രവർത്തന ജീവിതത്തിന്റെ കഠിനമായ ചക്രം അസാധാരണങ്ങളോടുള്ള എന്റെ താൽപ്പര്യം അതിരുകടന്ന് മൂർച്ചയാക്കി. അധികം അറിയപ്പെടാത്ത വഴികളിലൂടെ സഞ്ചരിക്കണമെന്ന ആഗ്രഹം എന്നെ ആകർഷിക്കുന്നു. അങ്ങനെ ഈ മോഹത്തെ പൂർണ്ണമായി പിന്തുടരണമെന്ന തീരുമാനത്തിൽ ഞാനെത്തി. സാഹചര്യം അനുവദിക്കുന്ന ആദ്യ അവസരത്തിൽ തന്നെ ഇന്ത്യയിലേക്കുള്ള കപ്പൽ കയറാൻ. തൊഴിൽപരമായ ആവശ്യങ്ങൾ മാസങ്ങളോളം എന്നെ ഒരാളുമായി അടുപ്പിച്ചു. അദ്ദേഹത്തോട് എനിക്ക് വലിയ ആദരവും സൗഹൃദവുമുണ്ടായിരുന്നു. അതീവ ബുദ്ധിശക്തിയുള്ള അദ്ദേഹം മനുഷ്യസ്വഭാവം അക്ഷരമാലയിലെ ഓരോ അക്ഷരവും പോലെ വിശദമായി അറിയുന്നവനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു സർവകലാശാലയിൽ മനഃശാസ്ത്ര പ്രൊഫസറായിരുന്നു. പക്ഷേ അക്കാദമിക ജീവിതം അദ്ദേഹത്തിന് യോജിച്ചില്ല. തന്റെ വിശാലമായ അറിവ് കൂടുതൽ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന മേഖലകളിലേക്ക് അദ്ദേഹം മാറി. ഒരു കാലത്ത് ബിസിനസ് ലോകത്തിലെ വലിയ നേതാക്കൾക്ക് ഉപദേശകനായി പ്രവർത്തിച്ചു. പല വലിയ സ്ഥാപനങ്ങളുടെ തലവന്മാരിൽ നിന്ന് സ്ഥിരമായ പ്രതിഫലം വാങ്ങിയിരുന്നുവെന്ന് അദ്ദേഹം പലപ്പോഴും അഭിമാനത്തോടെ പറയുമായിരുന്നു. മറ്റുള്ളവരിൽ നിന്നുള്ള മികച്ച ശ്രമങ്ങളെ ഉണർത്തുന്ന അപൂർവമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓഫീസ് ബോയ് മുതൽ കോടീശ്വരൻ വരെ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന ഏവർക്കും പ്രായോഗിക സഹായവും പുതുമയുള്ള ഉത്സാഹവും ലഭിച്ചു. ചിലർക്കെങ്കിലും സ്വർണസമാനമായ ഉപദേശങ്ങൾ. അദ്ദേഹം എന്നോട് നൽകുന്ന നിർദ്ദേശങ്ങൾ ഞാൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. കാരണം ബിസിനസ്സിലും വ്യക്തിജീവിതത്തിലും അവ പലപ്പോഴും അത്ഭുതകരമായ രീതിയിൽ ശരിവരാറുണ്ടായിരുന്നു. ആത്മപരിശോധനയും ബാഹ്യലോകബോധവും ഒരുപോലെ തന്റെ സ്വഭാവത്തിൽ ലയിപ്പിച്ചെടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു നിമിഷം ഗൗഢമായ ദാർശനിക ചർച്ച നടത്തുകയും അടുത്ത നിമിഷം ഒരു വ്യാപാര റിപ്പോർട്ട് വിശകലനം ചെയ്യുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കഴിവ് എന്നെ ആകർഷിച്ചു. ഒരിക്കലും ബോറടിപ്പിക്കാത്ത ചിരിയും സൗഹൃദവും നിറഞ്ഞ വ്യക്തിത്വം. അദ്ദേഹം എന്നെ തന്റെ അടുത്ത സൗഹൃദവൃത്തത്തിലേക്ക് ഉൾപ്പെടുത്തി. ചിലപ്പോൾ ജോലി കൂടിയുള്ള ആനന്ദത്തിൽ ഞങ്ങൾ മണിക്കൂറുകളോളം ചെലവഴിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ വിഷയവ്യാപ്തി എന്നെ അതിശയിപ്പിച്ചു. ഒരു ചെറിയ തലയിൽ ഇത്രയും അറിവ് എങ്ങനെ ഒതുങ്ങുന്നുവെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചു. ഒരു രാത്രിയിൽ മൃദുവായ വെളിച്ചവും രുചികരമായ ഭക്ഷണവും നിറഞ്ഞ ഒരു ചെറുകിട ഭക്ഷണശാലയിൽ ഞങ്ങൾ ഒരുമിച്ച് അത്താഴം കഴിച്ചു. ഭക്ഷണത്തിനു ശേഷം ആകാശത്ത് പൂർണ്ണചന്ദ്രൻ തിളങ്ങുന്നത് കണ്ടപ്പോൾ അതിന്റെ കവിതാസമാനമായ പ്രകാശം നമ്മെ ആകർഷിച്ചു. അങ്ങനെ നടന്നുകൊണ്ടായിരുന്നു ഞങ്ങളുടെ മടക്കം. ആ സന്ധ്യയിൽ സംഭാഷണം കൂടുതലും ലഘുവും തമാശ നിറഞ്ഞതുമായിരുന്നെങ്കിലും നഗരത്തിലെ ശാന്തമായ തെരുവുകളിലൂടെ നടക്കുമ്പോൾ അത് പതുക്കെ ദാർശനികമായ ആഴങ്ങളിലേക്ക് വഴിമാറി. യാത്രയുടെ അവസാനം ചില പേരുകൾ പോലും കേട്ടാൽ അദ്ദേഹത്തിന്റെ ചില ക്ലയന്റുകൾ ഭയപ്പെടുന്ന വിഷയങ്ങളായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. വീട്ടുവാതിലിനു മുന്നിൽ വിട പറയുമ്പോൾ അദ്ദേഹം എന്റെ കൈ പിടിച്ചു. അപ്പോൾ അപ്രതീക്ഷിതമായി ഗൗരവമുള്ള സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, "നീ ഈ തൊഴിൽ മേഖലയിൽ കടന്നുവരേണ്ടിയിരുന്നില്ല. നീ യഥാർത്ഥത്തിൽ ഒരു തത്വചിന്തകനാണ്, എഴുത്തിന്റെ മഷിക്കുഴിയിൽ കുടുങ്ങിപ്പോയത്. സർവകലാശാലയിലെ ഒരു ഗവേഷകനായി ഏകാന്തമായ പഠനജീവിതം നയിക്കേണ്ടിയിരുന്നത് നീയായിരുന്നു. നിന്റെ മനസ്സിനുള്ളിൽ നടന്ന് ചിന്തയുടെ ഉറവിടം തേടുന്നവനാണ് നീ. ഒരുനാൾ നീ ഇന്ത്യയിലെ യോഗികളെയും
ടിബറ്റിലെ ലാമകളെയും ജപ്പാനിലെ സെൻ സന്യാസികളെയും തേടിപ്പോകും. അപ്പോൾ നീ ചില അസാധാരണ രേഖകൾ എഴുതും. ശുഭരാത്രി. ഞാൻ ചോദിച്ചു, ഈ യോഗികളെപ്പറ്റി നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? അദ്ദേഹം എൻ്റെ ചെവിക്കരികിലേക്ക് ചാഞ്ഞ് പതുക്കെ പറഞ്ഞു, സുഹൃത്തേ, അവർ അറിയുന്നു. അവർക്കെല്ലാം അറിയാം. വലിയ ആശയക്കുഴപ്പത്തോടെ ഞാൻ അവിടെ നിന്ന് നടന്നു. കിഴക്കൻ യാത്ര ഉടൻ നടക്കുമെന്ന് തോന്നിയില്ല. എന്നെ പിടിച്ചുകെട്ടുന്ന പ്രവർത്തനങ്ങളുടെ ചക്രവാളത്തിൽ ഞാൻ കൂടുതൽ ആഴത്തിൽ കുടുങ്ങുകയായിരുന്നു. ഒരു സമയത്ത് നിരാശ എന്നെ പിടികൂടി. ഈ ബാധ്യതകളുടെയും ആഗ്രഹങ്ങളുടെയും നൂലാമാലയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഞാൻ ഇവിടെത്തന്നെ കുടുങ്ങിപ്പോകുമോ എന്ന സംശയം. പക്ഷേ ആ അന്ധമായ കണക്കുകൂട്ടൽ തെറ്റായിരുന്നു. വിധി ഓരോ ദിവസവും തന്റെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. നമുക്കവ വായിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവ അനുസരിച്ച് നാം അന്യഥാ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 12 മാസങ്ങൾ പോലും കഴിയുന്നതിനു മുൻപ് ഞാൻ ബോംബെയിലെ അലക്സാൻഡ്ര ഡോക്കിൽ കാൽവച്ചു. ആ കിഴക്കൻ നഗരത്തിന്റെ വർണ്ണശബളമായ ജീവിതത്തിലേക്ക് ഞാൻ ലയിച്ചു. അനവധി ഏഷ്യൻ ഭാഷകളുടെ വിചിത്രമായ മിശ്രണ ശബ്ദങ്ങൾ എന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്റെ യാത്ര ആരംഭിച്ചിരുന്നു.